ലഹരി വ്യാപനം, വളർന്നു വരുന്ന ആക്രമണോത്സുകത, ഇത് തടയാൻ എന്ത് ആക്ഷൻ എന്നുള്ളതാണല്ലോ പ്രധാനം. സർക്കാർ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു? ഇപ്പോൾ ഉപദേശം സാധാരണ നിലയിൽ ആർക്കും നൽകാവുന്നതാണ്. കുട്ടികളെ പൂവിനെയും പൂത്താങ്കിരിയെയും പൂമ്പാറ്റയെയും കാണിച്ച് വളർത്തണമെന്നൊക്കെ പ്രസംഗിക്കുന്നതിനപ്പുറത്ത് എന്ത് ഈ സന്നിഗ്ധ ഘട്ടത്തിൽ സർക്കാർ ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം. വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് ഇന്ന് കേരള നിയമസഭയും അതോടൊപ്പം മാതൃഭൂമിയുടെ ഇന്ന് നമ്മൾ ഈ സൂപ്പർ പ്രൈം ടൈമിൻ്റെ ഈ പ്ലാറ്റ്ഫോമിലും നിർവഹിക്കുന്നത്. കാരണം സമീപകാലത്ത് ഉണ്ടായ സംഭവവികാസങ്ങൾ അത് രാഷ്ട്രീയ ഭേദമന്യേ, അതിൽ കേവലം രാഷ്ട്രീയം കലർത്തിക്കൊണ്ടുള്ള ഒരു ഡിബേറ്റ് എന്നതിനപ്പുറം കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ച നിരവധി വാർത്തകളാണ്. അതിൻ്റെയെല്ലാം ഒരു വശത്ത് ലഹരിയുണ്ട്. അപ്പോൾ ലഹരി എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമുണ്ടാകുന്ന ഒരു പ്രശ്നമല്ല. അത് യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈം അവർ 2023 ഏറ്റവും പുതിയ കണക്ക് അവർ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതായത് 2011 24 കോടിയായിരുന്നെങ്കിൽ 2021 ആയപ്പോൾ ഒരു ദശകത്തിനിടയിൽ 29.6 കോടിയായി മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം ലോകത്ത് വർദ്ധിച്ചു എന്നുള്ളതാണ്. ഒരു ദശകം കൊണ്ട് ലോകമാകെ 56 മില്യൺ ആളുകൾ കൂടി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരായി മാറിയെന്നാണ് യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈം നമ്മുടെ കണക്കുകൾ മുന്നോട്ട് വെക്കുന്നത്. അല്ല, ഞാനിത് കേവലം നമ്മുടെ ചർച്ചയുടെ ഒരു വിഷയത്തെ വഴിതിരിച്ചു വിടാൻ വേണ്ടി മാത്രമല്ല, പക്ഷെ ലോകമെമ്പാടുമുള്ള അതിഗൗരവമായ ഒരു വിഷയമായിട്ട് ലഹരി മാറുകയാണ്. തീർച്ചയായും ഇന്ന് കേരള നിയമസഭയിൽ പ്രതിപക്ഷം ഇതുമായി ബന്ധപ്പെട്ട വിഷയം അടിയന്തര പ്രാധാന്യത്തോടുകൂടി അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നപ്പോൾ അതിനെ വളരെ പോസിറ്റീവായി ഗവൺമെൻറ് കാണുകയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നിയമസഭ നിർത്തിവെച്ച് ഈ വിഷയം അതീവ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യാം എന്ന് അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സഭ 12 മണി മുതൽ 2 മണി വരെ അതിലധികം സമയമെടുത്തുകൊണ്ടാണ് വളരെ ഗൗരവത്തോടുകൂടി ഏതാണ്ട് 3 മണി വരെ കേരള നിയമസഭയിൽ ഈ വിഷയത്തെ വളരെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിൽ ഒരുപാട് പ്രശ്നങ്ങളെ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നിരവധിയായ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് ചില ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ നിയമസഭാ സാമാജികർ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഇതിലുള്ള ആശങ്കകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമായ ചർച്ചകൾ മുന്നോട്ട് വെച്ചിട്ടുമുണ്ട്. എന്തായാലും ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഇന്ന് നിരവധി കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കേണ്ട, ഇവിടെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ശ്രീ അഭിലാഷ് അങ്ങ് പറഞ്ഞതുപോലെ തന്നെ വളരെ ഗൗരവതരമായി ഇത്തരം സംവിധാനങ്ങളെ നമുക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ രൂപീകരിക്കാനും എക്സൈസും പോലീസ് സംവിധാനത്തെയും വളരെ ശക്തമായി കേരളം അതിൽ വളരെ ശക്തമായി തന്നെ എൻഫോഴ്സ്മെന്റിൽ കേരളം ഒന്നാമതാണ്. അത് ഡാറ്റ രാജ്യസഭയിലെ ഉൾപ്പെടെയുള്ള മറുപടിയുടെ ഡാറ്റ വെച്ചുകൊണ്ടാണ് ഞാൻ ആധികാരികമായി പറയുന്നത്. എൻഫോഴ്സ്മെന്റിൽ കേരളം വളരെ മുന്നിലാണ്. പക്ഷേ നമുക്ക് ഇനിയും കൂട്ടായി നിന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട്. അതോടൊപ്പം പൊതുജനങ്ങൾക്ക് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നിർവഹിക്കാനുണ്ട്. അതിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ ഒരു ഭാഗമുണ്ട് ഇന്ന് കേരള നിയമസഭയിൽ. അതായത് ചില ജനങ്ങൾക്ക് പ്രാദേശികമായി ഇത്തരം മയക്കുമരുന്ന് കൈമാറ്റമൊക്കെ ചെയ്യുന്ന ചിലവരുടെ ശ്രദ്ധയിലുണ്ട്. പക്ഷെ പല ഭയങ്ങളും പല കാരണങ്ങളാൽ അവർ അത് പോലീസിനോടോ എക്സൈസിനോടൊന്നും പറയാൻ തയ്യാറാകുന്നില്ല. അതൊരു ജനകീയ ക്യാമ്പയിനായി തന്നെ ഉയർത്തിക്കൊണ്ടുവരിക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ബോധവൽക്കരണം, വിമുക്തി ഉൾപ്പെടെയുള്ള ബോധവൽക്കരണ സംവിധാനങ്ങളെ നമുക്ക് ശക്തിപ്പെടുത്തണം. അതിനപ്പുറം സ്കൂൾ, ജനപ്രതിനിധികൾ, മദർ PT എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരു വലിയ സംവിധാനത്തിലേക്കും ആക്ഷനിലേക്കും ഉൾപ്പെടെ പോയില്ലെങ്കിൽ അതീവ ഗൗരവതരമായ ഒരു സാഹചര്യത്തിലേക്ക് നമ്മളും കടന്നു പോകും. കണക്കുകളിലെല്ലാം കേരളം ഇന്ത്യയിൽ ഏറ്റവും പിറകിലാണ്. വലിയ രീതിയിൽ ലഹരി ഉപയോഗിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഇന്ത്യയിൽ കേരളം എന്നൊന്നും ആധികാരികമായ റിപ്പോർട്ടിൽ തന്നെ ഇല്ല. പക്ഷെ ഉണ്ടാകുന്ന ചില വാർത്തകൾ അതീവ ഗൗരവമാണ്. രാഷ്ട്രീയത്തിനപ്പുറം നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായി നമുക്ക് ഇതിനെ ചർച്ച ചെയ്യുക എന്നത്, ഇതിനെ പ്രതിരോധിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. മാതൃഭൂമി എടുത്ത ഈ ഇനിഷ്യേറ്റീവിന് ഞാൻ ആ നിലയിൽ തന്നെയാണ് തീർച്ചയായും ഈ സൂപ്പർ പ്രൈം ടൈമിന്റെ പ്ലാറ്റ്ഫോമിനെയും കാണപ്പെടുന്നത്. ശരി, ഓക്കെ.